അൻവറിനെ UDF എടുക്കുമോ? ഈ ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ കിടന്നു കറങ്ങിയിട്ട് മാസങ്ങളേറെയായി. നിലമ്പൂരിലെ പൂരവും പൊടിപൂരവും കഴിഞ്ഞ് കൊടിയിറങ്ങിയിട്ടും അൻവർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അടൂർ പ്രകാശിന്റെ വക വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. ഒരു ക്ഷണം, അതും UDFിലേക്ക്. നിങ്ങൾക്ക് UDFിന്റെ ഭാഗമാകാം. മുൻപും നമ്മൾ ഒരുമിച്ചായിരുന്നുവല്ലോ എന്ന വാക്കുമായി അടൂർ പ്രകാശ് കരാർ വയ്ക്കുന്നത് പിണറായിയെ താങ്ങി നിർത്തുന്ന CPIക്ക് മുന്നിലാണ്. സ്വരാജിന്റെ തോൽവിയിൽ CPIMന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് മാറുന്ന സാഹചര്യത്തിലാണ് CPIനെ അടൂർ പ്രകാശ് UDFിലേക്ക് ക്ഷണിക്കുന്നത്. ലീഗിനെ വലിച്ച് LDFിലേക്ക് ഇടാൻ നോക്കിയ പിണറായിക്ക് ഇതിനും വലിയ തിരിച്ചടി കിട്ടാനേയില്ല. മീഡിയ വൺ ചാനലിനോട് റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോഴായിരുന്നു അടൂർ പ്രകാശ് കോൺഗ്രസിനെ പോലും വിറപ്പിച്ചുകൊണ്ട് CPIനെ UDFിലേക്ക് ക്ഷണിച്ചത്. ഇനിയൊരു വിളിക്കായി കാതോർത്തിരിക്കുന്ന അൻവറിന്റെ കാര്യം. അതാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശന്റെ മറുപടിയിൽ തന്നെ എല്ലാമുണ്ട്. UDF എടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, വാതിലടച്ചാൽ അത് അടച്ചതാണ്. അൻവറിനെ എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് സതീശൻ അടിവരയിട്ട് പറയുന്നത്. അങ്ങനെ അൻവറിനെ വിളി കിട്ടിയതുമില്ല, CPIക്ക് കിട്ടുകയും ചെയ്തു. അടൂർ പ്രകാശിന്റെ അക്ഷണം നമുക്കൊന്ന് കാണാം. CPIയുമായും ചില കാര്യങ്ങൾ, അതിപ്പോൾ എല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സബ്ട്രാക്ഷൻ ചെയ്യും. നാളുകളിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ആരൊക്കെ വരുന്നു എന്നതിനെക്കുറിച്ച് അവസാനം പറഞ്ഞാൽ പോരെ, ഇപ്പോഴേ പറയണ്ട. ഒരു കാലഘട്ടത്തിൽ CPIയും കോൺഗ്രസ് ഒരുമിച്ച് സഹകരിച്ചതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അത് സത്യമാണ്. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുമായി സഹകരിച്ച് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസരം ഒരുക്കി കൊടുത്തതാണ്. ആ ഒരുക്കി കൊടുത്ത CPI ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ അവർ കൂടി വരണമെന്ന അഭിപ്രായമുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം അല്ല, അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയം അൻവറുമായി ബന്ധപ്പെട്ടതല്ല. അല്ല, അത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയമല്ല, മറ്റൊരു വിഷയമാണ്. ഈ മുന്നണി സംവിധാനത്തിൽ കുറേ കൂടി വിപുലീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആലോചനയിൽ അവർ തയ്യാറായി വരുന്നു എങ്കിൽ അവരെ കൂടി മുന്നണി സംവിധാനത്തിൽ കൊണ്ടുവന്ന് ഈ മുന്നണി കുറേ കൂടി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരമമായ ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയല്ലേ ഞാനും പലവട്ടം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന് വിപരീതമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ടല്ലല്ലോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. നിങ്ങളുമായി കണ്ട് നിങ്ങളോട് അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറയാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനത് കേട്ടിട്ടല്ല പറഞ്ഞത്. എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, മുന്നണി സംവിധാനം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നത് ഇന്നലെയും ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. CPIയുമായുള്ളൊരു നിലപാട് എങ്ങനെയായിരിക്കും? CPIയുമായും ചില കാര്യങ്ങൾ, അതിപ്പോൾ എല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സബ്ട്രാക്ഷൻ ചെയ്യും. നാളുകളിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ആരൊക്കെ വരുന്നു എന്നതിനെക്കുറിച്ച് അവസാനം പറഞ്ഞാൽ പോരെ, ഇപ്പോഴേ പറയണ്ട. ഒരു കാലഘട്ടത്തിൽ CPIയും കോൺഗ്രസ് ഒരുമിച്ച് സഹകരിച്ചതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അത് സത്യമാണ്. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുമായി സഹകരിച്ച് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസരം ഒരുക്കി കൊടുത്തതാണ്. ആ ഒരുക്കി കൊടുത്ത CPI ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ അവർ കൂടി വരണമെന്ന അഭിപ്രായമുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം അത് പറയാനുള്ള കാരണം അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും വലിയ വ്യത്യസ്തമല്ല. അത് ശ്രീ ബിനോയ് വിശ്വമാണെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കേട്ടാൽ ഇന്ന് ആരോഗ്യ അടിച്ചമർത്തി ആ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു, LDFിൽ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏതെങ്കിലും തരത്തിൽ സംവിധാനമുണ്ടോ, അതിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.